ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് മക്കാന, താമര വിത്ത് എന്ന് പറയും കേട്ടോ. ഒരുപാട് ന്യൂട്രീഷ്യസ് അടങ്ങിയതാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ ഫുഡിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ മക്കാന ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പൊട്ടിച്ചാൽ പൊടിയുന്ന രൂപത്തിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ചൂടായി വരും കേട്ടോ. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മക്കാന വെച്ചിട്ടുള്ള സീഡ്സിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് സപ്പോർട്ടെല്ലാം തരണേ. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി, പൊട്ടിച്ചാൽ പൊടിയുന്ന രീതിയിൽ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ മക്കാന എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലോട്ട് പിന്നെ ഇനി എടുക്കാൻ പോകുന്നത് ആൽമണ്ട്, ബദാമാണ് കേട്ടോ. ബദം അണ്ടിപ്പരിപ്പ് എല്ലാം ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബദം ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതേ അളവിൽ തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഒന്ന് ചൂടാക്കി എടുക്കണം. ഓവർ കളറ് മാറുന്നവരെ ചൂടാക്കണ്ട കേട്ടോ. അതേസമയം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റിയ രീതിയിലൊന്ന് ചൂടാക്കിയാൽ മതി. ഇതിനി വാൾനട്ട് കേട്ടോ. വാൾനട്ട് അറിയാലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കുറഞ്ഞ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണേ. അതുകൂടെ നമുക്ക് ആ ബൗളിലോട്ട് തന്നെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ വൈറ്റ് എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് എള്ള എടുക്കുമ്പോൾ ആ ഒരു പൗഡറിൻ്റെ കളറിലും മാറ്റം വരുമല്ലോ, അതുകൊണ്ടാണ് വൈറ്റ് എള്ള എടുത്തിട്ടുള്ളത്. എള്ളും അതേപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. എള്ള് പെട്ടെന്ന് മൊരിഞ്ഞ് വരുന്നതാണ്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പതിയെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് വാങ്ങി വെക്കാം. എള്ളൂടെ വറുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് സീഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും വാട്ടർമെലൺ സീഡും ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തെല്ലാം സീഡുള്ളത് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. സീഡ്സ് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ സീഡ്സ് ഉണ്ടല്ലോ, ഞാൻ ഒരുവിധം ഫുഡിൽ, അതായത് ജ്യൂസിലെല്ലാം ആഡ് ചെയ്യലുണ്ട് കേട്ടോ. നമ്മൾ ജ്യൂസിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. വറുക്കണം എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ കീമോ സമയത്തെല്ലാം നമ്മൾ മുടികൾ, കൺപീലികളെല്ലാം കൊഴിഞ്ഞു പോകാറില്ലേ. അപ്പോൾ ആ രോമ വളർച്ചക്കൊക്കെ നല്ലതാണ് കേട്ടോ സീഡ്സ്. മുടിയെല്ലാം നല്ലോണം വളരെയെല്ലാം ചെയ്യും. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ചൂടാക്കി എടുത്തിട്ട് ഇത്രയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് അതിലോട്ടിൽ ഉണങ്ങിയ കാരക്ക, അതാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് നല്ലോണം ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് കൽക്കണ്ടം, അതാണ് ഞാൻ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണേ. എല്ലാം വറുത്തിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ ആ കാരയ്ക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൽക്കണ്ടും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിത് വറുത്ത് കഴിഞ്ഞിട്ട് മിൽമ ഗീ വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റവിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഇത് പാലിൽ കലക്കിയിട്ട് കുടിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ പൗഡറായിട്ട് 1-2 സ്പൂണെല്ലാം ഡെയിലി കഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വിഷമമുണ്ടെന്ന്. അപ്പോൾ കട്ടിയായുള്ള ആഹാരം ഒഴിവാക്കിയപ്പോൾ എനിക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റേഡിയേഷന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഡെയിലി ഒരു ഗ്ലാസ് പാലിലെല്ലാം 1-2 സ്പൂണെല്ലാം കലക്കിയിട്ട് കുടിക്കും, അതല്ലെങ്കിൽ പൗഡറായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടേക്കുള്ള ട്രീറ്റ്മെൻറ്റിന് സഹായമാവും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.